എന്റെ ഈശ്വര, ഈ വീട്ടിൽ കിടന്ന് പണിയെടുത്ത് ചാകാനാണല്ലോ എന്റെ വിധി. വീട്ടിലെ പണി ചെയ്യണം, പിള്ളേരെ നോക്കണം, അതിനിടയ്ക്ക് ഈ കെട്ട കളവയുടെ മുറുക്കാൻ തുപ്പലും കൂടെ തൂക്കണമല്ലോ. എന്റെ ദൈവമേ, എനിക്ക് മടുത്തി ജീവിതം. എന്നതാടി ഇത്? ഇറച്ചിക്കാരുടെ മുമ്പശത്തോട്ട് വന്ന് നിൽക്കുന്നു. എന്നതാടി ഇത്? എന്നാടി ഇത്? ആ കെട്ട കളവി മുറുക്കി തുപ്പണ മുറ്റം മുഴുവൻ വൃത്തികേടായിട്ട് കാല് കുത്താൻ വയ്യാതായി. കിഴവിയെ കൊണ്ട് ഒരു സമാധാനം ഒന്നും പറയുന്നില്ല. എവിടെങ്കിലും കൊണ്ട് ഒന്ന് കളയാവോ ഇതിനെ? എടി, ഇത് കളയാവോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഇവനെ ഇവിടെ നിന്ന് വലിച്ചോണ്ട് പോകാൻ പറഞ്ഞിട്ട് എന്റെ അനിയനെ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നോ? പിന്നെ അവനെ വിളിച്ചിട്ട് ഇവനെ കിട്ടുന്നുണ്ടോ? സ്വിച്ച് ഓഫ് അല്ലേ? പിന്നെ അങ്ങനെ കൊണ്ട് കളയാനായിരുന്നു. എങ്ങനെ കളയാനാണെന്നോ? കണ്ണ് കെട്ടിക്കൊണ്ട് വല്ല കാട്ടിലും കള. എടി, ഇത് പൂച്ചയുടെ ജന്മമായി അവർക്ക്, പൂച്ചയുടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് തൃശ്ശൂർ സ്റ്റാൻഡിൽ ഇറക്കി വിട്ടിച്ച് ഞാൻ ഇങ്ങനെ പോന്നായിരുന്നു രാത്രിയിൽ. ഞാൻ ഇവിടുന്ന് പത്രം വായിച്ചപ്പോഴേ വെളുപ്പിന് മീൻവണ്ടിക്ക് കയറി വന്നേക്കുന്നത് ഈ നാശം പിടിച്ച തള്ള. എവിടെ കൊണ്ടേ ഒന്ന് കളയുന്നത്? വലിച്ചു കീറി അങ്ങ് ഒട്ടി. ശത്രുക്കൾക്ക് പോലും ഇതുപോലത്തെ ഗതി വരുത്തരുന്നേ പറയുള്ളൂ. പ്രശ്നം എടാ, ഇവിടെ ഒരു മുതുക്ക് സാധനമുണ്ട്, മുതുക്ക് സാധനം, ആർക്കും വേണ്ടാത്തത്. അപ്പൊ നാട്ടുകാർക്ക് മൊത്തം അറിയാലോ ഇവര്. കാരണം ഈ വീട്ടിൽ എന്തോരം നാശം ഉണ്ടാക്കി വെക്കുന്നത് അറിയാവോ? സന്തോഷേ, ഈ കഴിഞ്ഞ ആഴ്ച രൂപ 8000 കയ്യിൽ നിന്ന് മാറി നിൽക്കുന്നത് അറിയാവോ? എടാ, ഞാൻ കഴിഞ്ഞ ദിവസം പണി കഴിഞ്ഞ് അകത്തോട്ട് കയറി വന്നപ്പോ എന്റെ ഇളയ കൊച്ചിന്റെ തല മുഴുവൻ പൊട്ടി രക്തം ഒലിച്ച് കിടക്കുക കൊച്ച്. പിന്നെ അല്ലാണ്ട് പിന്നെ പച്ചപ്പാതിരാത്രി അവന്റെ ഓട്ടോറിക്ഷ പിടിച്ചോണ്ട് ആശുപത്രിയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ പറയുക, ആ ഡോക്ടർമാര് തളങ്ങും പറങ്ങും നോക്കിയിട്ട് മുറിവുമില്ല, പൊട്ടലുമില്ല. കയ്യിലിരുന്ന പൈസ കൊടുത്ത് 8000 രൂപ സ്കാനിങ് കഴിഞ്ഞ് ഇറക്കിയേച്ച് ഒരു കമ്പൗണ്ടർ ഇനം തള്ളിക്കൊണ്ട് പോകുന്ന വഴിക്ക് മണത്ത് നോക്കിയപ്പോഴറിയുന്ന ഈ തള്ള മുറുക്കാനെല്ലാം കൂടെ തുപ്പി എന്റെ കൊച്ചിന്റെ തലയിലിട്ടെന്ന്. കൊച്ചിന്റെ തല കഴുകാരം മുറുക്കി തുപ്പി വെച്ചേക്ക് നീ കേരട്ട് കിളവി. നിങ്ങൾക്ക് ഇത് വേണം. ഇപ്പൊ എന്റെ കുടുംബത്തിൽ കിളവി കാണിച്ച കാര്യം അറിയാമോ? നിന്റെ കുടുംബത്തിലോ? ചേച്ചി ഒന്നാത്തേക്ക് പോയി. നീ വർത്താനം പറയുന്നതിന് ഞാൻ ഇതിനകത്ത് പോകുന്നത്? ആണുങ്ങളോട് പറയാനുള്ള അവളോട് പറയാം. ഞാനങ്ങ് അങ്ങ് പോ. ഞാൻ നിനക്ക് എന്റെ സ്വഭാവം അറിയാലോ. രാവിലെ ഞാൻ വർഷാപ്പിൽ പോകും, പിന്നെ വൈകിട്ട് എന്റെ ഭാര്യയോടെ. രാവിലെ വർഷാപ്പിൽ പോകും, വൈകിട്ട് എന്റെ ഭാര്യയോടാ. പിന്നെ ഈ കളി എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനും മോഹനവല്ലിയും തമ്മിൽ അവിഹിതം ഉണ്ടെന്ന്. സത്യമായിട്ടുള്ള കാര്യമല്ലേ? ഒന്നും പറഞ്ഞോണ്ട് അങ്ങനെയൊക്കെ ചെന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ മോളി. എന്റെ ദൈവമേ, ഏത് നേരത്താണോ ഇതിനെ വലിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ കളവിയുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ടാ. എന്നാ സ്പോർട്സ്മാൻ സ്പിരിറ്റ്? ഇത് വായിച്ചു നോക്കിയാ. ഇതെന്നത് നീ വായിച്ചു നോക്കാം. ഒരു മനുഷ്യന്റെ സമാധാനം തരാത്ത തള്ള. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ 50,000 രൂപ ധനസഹായം നൽകുന്നു. നീ നിന്റെ കാര്യം നോക്കിയിട്ട് വേറെ വല്ല കാര്യം ഉണ്ടേ പോടാവി. അതിന് ഇവിടെ ആർക്കാ കോവിഡ് ഇരിക്കുന്ന 50,000 രൂപ മേടിക്കും? ഈ വാർത്ത കറക്റ്റ് ആയിട്ട് വായിച്ചില്ലേ? വായിച്ചു. എന്റെ അമ്മൂമ്മക്ക് ഇപ്പൊ എത്ര വയസ്സായി? 98 വയസ്സായി. ഒരു കാര്യമില്ല. 98 വയസ്സ്. എന്തായാലും സ്വിച്ച് ഓഫ് ആവായിരിക്കണം മൊബൈല്. അത്യാവശ്യം വൈറസ് ഉണ്ട്. പുള്ളിനടുത്ത് വെള്ളത്തിൽ ഇട്ടാല 50,000 രൂപ നിനക്ക് കിട്ടുമോ? എടാ, അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. കമ്മീഷൻ തരണം. എനിക്ക് കമ്മീഷൻ തരാം. അതൊരു കാര്യം ചെയ്യും. എനിക്ക് ഇവിടെ ജീവിക്കാനായിട്ട് കൊച്ചിന് കൊടുക്കാൻ വേണ്ടി 2 വർഷം മീൻ വറുത്ത് ഞാൻ ഉറിയുടെ മണ്ടയ്ക്ക് വെച്ചത് ഈ തള്ള എടുക്കാതിരിക്കാൻ തോട്ടയ്ക്ക് കുത്തിയെടുത്ത് താഴെ ഇട്ട് കൊത്തിയെടുത്താ. ഈ കൊത്തിയെടുക്കാൻ എന്താ പൊന്മാനാടാ കളവി? ദൈവം തമ്പുരാനെ. എന്താ ഒരു സമാധാനം എന്ന് പറയുന്നത്? ഒരു സമാധാനം നാട്ടുകാർ കേട്ടോ എന്നാ പറയും? എന്റെ മുത്തശ്ശി അങ്ങ് എഴുന്നേറ്റെ. എന്റെ മുത്തശ്ശി എഴുന്നേക്ക്. മുത്തശ്ശി അകത്തോട്ടിയല്ലോ. നീ മീൻ തിന്നാല് അമ്മച്ചി അകത്തോട്ട് ചെല്ല. അമ്മ അങ്ങ് ചെല്ലേ. എന്റെ മുത്തശ്ശി അകത്തോട്ട് കയറി ചെല്ലേ. ഇന്നൊരു തീരുമാനം എടുക്കണം. ഒന്നെങ്കിൽ ഇവര്, അല്ലെങ്കിൽ ഞാൻ. ഇതിലേതിവിടെ ജീവിക്കണമെന്ന് നിങ്ങൾ തന്നെ പറ. ഒന്ന് ഇറങ്ങി പോകാവോ ഈ വീട്ടിൽ നിന്ന്? എന്റെ അമ്മച്ചിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കാൻ മേലെ, ഇച്ചിരി ആഹാരം എടുത്ത് കഴിക്കാൻ മേലെ. അവരെന്നാ തെറ്റാ ചെയ്തത്? എന്തുവാ നിങ്ങളിപ്പോ അവരെ വിളിച്ചത്? മുത്തശ്ശി. സന്തോഷേ, ഇത്ര നാള് ഇങ്ങേര് കെട്ട കേരട്ട് കിളവിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിളിക്കുന്ന കേട്ടില്ലേ മുത്തശ്ശിന്ന്? ഇതൊന്ന് വായിച്ചു നോക്കിയ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. കഴിച്ചോ. ഇതേപോലെ ആയിരിക്കണം. അതാണ് പറഞ്ഞ ഓണത്തിനിടയ്ക്ക് പൂട്ട് കച്ചവടം. ഇവിടെ ആർക്കും കൊറോണയൊന്നും ഇല്ല. പറഞ്ഞു അങ്ങോട്ട്. എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞില്ല. ഇനി എന്റെ അടുക്ക കൊഞ്ചാ വരണ്ട. ഞാൻ പറയുന്ന ഒന്ന് കേക്കടി. ഇങ്ങോട്ട് വന്നേ. നമ്മുടെ തീരാ ശാപം എന്ന് പറയുന്നത് എന്താണ്? ഈ മുത്തശ്ശിയാണോ? ആണ്. ഇവരെ ഒഴിവാക്കുക എന്നുള്ളതാണോ നമ്മുടെ ഏറ്റവും വലിയൊരു കടമ?
ഈ സമയത്ത് ഇവർക്ക് കോവിഡ് വന്നാൽ ഈ പെട്ടുന്ന 50,000 രൂപ ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. അതാണ്. സന്തോഷിക്കാം, വരട്ടെ. പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷം വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ്. എന്തുവാടി? എന്നാലും എനിക്ക് ഓർക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ലേ. നീ എന്തിനാ സഹിക്കാതിരിക്കുന്നേ? എടി മക്കള് അതിന്റെ മക്കള് ഊട്ടാവുന്നതിന്റെ മാക്സിമം ഊറ്റി പോട്ടടി അങ്ങോട്ട്. അയ്യോ അതല്ല, പിന്നെ ഇപ്പൊ ഈ സമയത്ത് ആ മുത്തശ്ശനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രൂപ 10 ലക്ഷം കിട്ടത്തില്ലായിരുന്നു. ഈ കണക്കിന് ഉറങ്ങി കിടക്കുമ്പോ എന്നെ കൊന്നിട്ട് അതിന്റെയും കൂടെ വിഹിതം തട്ടുമല്ലോടി നീ. കറക്റ്റ് പ്ലാനിങ് ആയിരിക്കണം. ചുമ്മാ ഇവിടെ കിടന്ന് അലച്ചു കഴിഞ്ഞാൽ ഈ തള്ള അറിഞ്ഞാൽ ഇല്ലാത്ത വിഷയം ഉണ്ടാവും. മിണ്ടരുത്. പ്ലാനിങ് പക്കയായിരിക്കണം. കളവിയുടെ ബുദ്ധി അറിയാലോ. അറിഞ്ഞു കഴിഞ്ഞാൽ ഭിത്തിയും തുളച്ചു ഓടും. അതാ അതുകൊണ്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോ ഒരു കാര്യം, ഞാൻ മുത്തശ്ശിക്ക് ഒരു കോഡ് വാക്ക് കൊടുക്കാം. ഒരു ബസ് എന്ന് പറയാം. മുത്തശ്ശി അമ്മച്ചി കളവി എന്നൊന്നും പറയരുത്. എനിക്ക് കളവി മനസ്സിലാവും. ഓഹോ, നീ വർഷപ്പണിയാറായതുകൊണ്ട് ബസ് വിൽക്കാൻ വേണ്ടി വന്നാണെങ്കിൽ പറഞ്ഞാൽ എന്റെ കയ്യിൽ ഒരു പഴയ ബസ് ഉണ്ട്, അത് വിൽക്കാൻ വന്ന. അപ്പൊ മുത്തശ്ശിയുടെ കോഡ് ബസ്. മുത്തശ്ശിയുടെ കോഡ് ബസ്. മുത്തശ്ശി കണ്ട ബസ്. വരുന്നുണ്ട്. ബസ് വരുന്നുണ്ട്. ബസ് വരുന്നുണ്ട്. അളിയാ, ഷേക്കപ്പ് സറൊക്കെ നല്ല വർക്കിംഗ്. ഭയങ്കര ചാട്ടോ, ഒരു കുറവില്ല. എന്നാലും ഈ വർക്കിംഗ് കണ്ടീഷൻ ഇല്ലാത്ത വണ്ടിക്ക് ഇതിന് മാത്രം എണ്ണ അടിക്കുന്നത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പഴയ ബസ്സല്ലേ, അതുകൊണ്ടാ. ഹോണൊക്കെ നല്ല കൃത്യമായിട്ട് അടിക്കുന്നുണ്ടല്ലോ. എന്തോന്ന് രാത്രി ഒരു 9 കഴിയണം, ഞങ്ങളെ ഉറക്കൂല. 50 ഹോണടിയാ. നീ വന്നേ. ഈ പഞ്ചായത്തിൽ ഒഴിയാതെ കിടക്കുന്ന രണ്ട് സാധനം ഉണ്ട്. ഒന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് കിണറ്റിലെ വെള്ളവും, പിന്നെ ഈ തള്ളയുടെ വയറും. ഏത് നേരം കയറ്റി ഇച്ചിരി വെള്ളം കൊടുക്കണേ അതിന്. ഡീസലാണോ പെട്രോളോ? അല്ല, ചൂടുവെള്ളം വേണോ പച്ചവെള്ളം വേണോ? ആ ചൂടുവെള്ളം എടുത്ത് അവരുടെ തലയെ കൂടെ ഒഴിക്കും. അല്ല, ചൂടുവെള്ളം തലേ ദിവസത്തെ എടുത്ത് കൊടുക്കണേ അമ്മച്ചിക്ക്. അല്ല പിന്നെ ഒരു കാര്യം പറഞ്ഞ ചെയ്യുമല്ലോ. കിട്ടിയാലും ഒച്ചപ്പാടും ബഹളമാട്ടം ഇരുന്നോണം. ഭഗവത്ഗീതയാണോ? അതല്ലെന്നോ. പിന്നെ നിന്റെ ഭാര്യ ഗീത അവിടെ ഉണ്ടോ? അവളവിടെ ഇല്ല. എന്നിട്ട് അവളെ അടിപ്പ അവിടെ കഴിയിട്ടേക്കുന്ന എല്ലാ തുറന്നേലും ഉള്ളു. അവിടെ കാണും. വരുന്നു. ഞാൻ അങ്ങോട്ട് അവിടെ ചെന്ന് കഴിച്ചു. അവിടെ വല്ലതും കാണും. നീ അയ്യോ, ഇവിടെ തന്നെ ഞാൻ സഹിക്കോ. ഇനി ഞാൻ അവരുടെ വീട്ടിലൂടെ വന്ന് സഹിക്കാൻ. നാട് തട്ടാ പോകുന്ന പോക്ക് കൊണ്ടോ തള്ളയുടെ? ഊണ് വെച്ചിട്ടോ നീ കേറിക്കാൻ. ജ്യേഷ്ഠോ, കുഞ്ഞനിജൻ വന്നിരിക്കുന്നു. ജ്യേഷ്ഠോ ആരടി വെളിയില്? അനിയൻ നന്ദ, കഴിഞ്ഞ ഓണത്തിന് നീ എന്റെ തലയിൽ കൂടെ പായസം എടുത്ത് ഒഴിച്ചേച്ച് പോയ പോക്കുള്ളടാ. മദ്യപിച്ച് മതോന്മത്തനായ ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം ജ്യേഷ്ഠ. ഞാനങ്ങ് ക്ഷമിക്കാൻ. ചുമ്മാ ഇരുന്ന് അച്ഛനെ പിടിച്ച് കിണറ്റി തള്ളിയിട്ട് എന്തിനാ? അത് കുടിച്ച് മതോന്മത്തനായി നിന്ന് എന്റെ അടുത്ത് വന്ന് ചോദിക്കുവോ അച്ഛൻ കിണറ്റിന് ആഴം എത്ര ഉണ്ടെന്ന്. ഞാൻ പിടിച്ചൊരു തള്ളു, അതിൽ തെറ്റില്ല. ഇല്ല. എന്താ സന്തോഷേട്ടാ, സുഖമാണോ? സുഖമാണ്. ആയിക്കോട്ടെ. ജ്യേഷ്ഠത്തി സുഖമാണല്ലോ അല്ലേ? അയ്യോ, ആ ചെറിയ തേനങ്ങ് തൂത്തുകള. എന്തോ ഒരു സ്നേഹം. ഞാനേ മുത്തശ്ശി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. പാദപൂജ ചെയ്യണം. പാദപൂജ ചെയ്യാൻ വന്നതാണോ? അതെ, ഞാൻ മുത്തശ്ശി ഒന്ന് കാണട്ടെ. മുത്തശ്ശി നന്ദൻ വന്നിരിക്കുന്നു. നന്ദനെ ഞാൻ കണ്ടതാ. വേറെ സീഡി ഉണ്ടെങ്കിൽ എടുത്തു. അല്ല മുത്തശ്ശി, ഞാൻ മുത്തശ്ശി ഒന്ന് കാണാൻ വന്നതാ. മുത്തശ്ശിക്ക് ഓർമ്മയില്ലേ നന്ദനെ? ഒന്ന് പാദപൂജ ചെയ്തോട്ടെ. എന്റെ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണേ. എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊന്നെ ക്ഷമിക്കണേ. ഇവൻ കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോ ഇനി ഇവിടെ കണ്ട കാലേവാരി നിലത്തടിക്കുമെന്ന് പറഞ്ഞു പോയത്. അതൊരു അബദ്ധം പറ്റിയതാ മുത്തശ്ശി. പിന്നെ ഇന്നലെ സ്വപ്നത്തിൽ മുത്തച്ഛൻ വന്നായിരുന്നു കേട്ടോ. മുത്തച്ഛൻ വന്നേച്ച് എന്റെ അടുത്ത് പറഞ്ഞു, ദാക്ഷായണിയെ പോയി കാണണം, പാദപൂജ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നേ. പിന്നെ മുത്തശ്ശി എത്രയും പെട്ടെന്ന് ഒരുങ്ങി വാ. അവിടെ സിന്ധു കാത്തിരിക്കുക ഊണും വെച്ച്. നാടൻ കോഴിക്കറിയാ. ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് പതുക്കെ മെല്ലെ പോയിട്ട് വരണം. ഇത്ര നാളായിട്ട് ഞാൻ കാത്തിരിക്കുന്നത്. എന്തോ 50,000 രൂപയുടെ പാദപൂജ ആയിരിക്കും കഴിഞ്ഞത്. പത്രം വായിച്ചായിരുന്നില്ലേ?
പത്രം വായിച്ചായിരുന്നു. പിന്നെ പത്രം ഇവിടെ മാത്രമേ വരുള്ളൂ, എല്ലാ സ്ഥലത്തും പത്രം വരത്തില്ലേ? പക്ഷെ ഇന്ന് ഞാൻ കിളവിയെ കൊണ്ടുപോകാൻ വേറെ ഒരു കാര്യമില്ല. ശരിയാവും. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ എന്നെ വെല്ലുമിച്ച് നീ ഇവിടെ വീട്ടിൽ നടക്കുമല്ലോ. എനിക്കൂടെ അവകാശപ്പെട്ട ഇന്നാൾ ഇവനെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു അവനും അവകാശമുള്ള സാധനം തന്നെ, അവനും അവകാശമുള്ള മുതലേ തന്നെ. ഒരു കാര്യം ചെയ്യും, 2 ലക്ഷം നിനക്ക്, 2 ലക്ഷം നിനക്ക്. അപ്പൊ ബാക്കി 1 ലക്ഷം ഞാൻ വലിക്കാൻ പിന്നെ എനിക്ക് വേണ്ടേ? അല്ലെങ്കിൽ ഞാൻ നാട്ടുകാരടുത്ത് പറയാം കളവിയെ കൊന്നു. അപ്പൊ നമ്മളെ ബസ് ബസ് വന്നതിന് മുമ്പ് പോവാടാ നന്ദ. ഈ ബസ് എന്ന് പറയുമ്പോ ബസ് നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. ഏത് ബസ്? ഏത് ബസ്? ബസ് ഏതെന്ന്? ബസ് ഏതെന്നല്ല, ഇതിപ്പോ എന്നെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ബസ് ഇങ്ങനെ വിലക്ക് മേടിച്ചത് വിൽക്കാൻ വേണ്ടിട്ടിരിക്കുക. ബസ് ഉണ്ടായിരുന്നു. തറവാട്ടിൽ ഒരു പഴയ ബസ് ഞങ്ങൾ വിൽക്കാനിരിക്കുക. അപ്പൊ അതിന്റെ ചർച്ചയും കൂടെ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പഴയ ബസ് ഉണ്ട്, ഓടയൊന്നും ഇല്ല. എന്നാലും ഷെയർ ഇട്ട് 2 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപ ബസ്സിന് കിട്ടുമെന്ന് വിചാരിച്ചോ? ഇവർക്ക് എത്ര വെച്ച് കൊടുക്കണം? ഇപ്പം പഴയ ബസ് കേറ്റി പറഞ്ഞോ മുത്തശ്ശി, കേറ്റി പറഞ്ഞു. 2.5 അവനും കൂടെ വിലക്ക് വേണ്ട, 2 രൂപയും കൂടെ. അപ്പൊ എനിക്ക് എന്തെങ്കിലും കൂടെ എന്റെ വല്ല 10-500 ഇത് ഏത് ബസ്? ബസ്സിന് പോവാ മുത്തശ്ശി. അല്ല അവിടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെന്നോ? ഇവിടെ മട്ടൻ ഉണ്ടാക്കി വെച്ചേക്കുമല്ല, അതാരെടുത്ത് ഇന്നും വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. അവിടെ കാത്തിരിക്കുന്ന ഇത് ചേമ്പ് കുടിക്കത്തില്ലടാ. അല്ല പിന്നെ മട്ടൻ വെച്ചോട്ടെ മര്യാദ കേടല്ലയോ? ചിക്കനുമായിട്ട് വന്നേക്കുന്നവൻ. അല്ല എന്നാൽ ഈ ബസ് ഏത് ബസ്? പറഞ്ഞു കിടങ്ങാ ഏതായാലും സംഗതി പൊളിഞ്ഞു. നീ ഇനി 2 ലക്ഷം രൂപ മേടിച്ചോണ്ട് ഇവിടുന്ന് പോകുള്ളൂ. അതെ, അത് നീ ഉറപ്പിച്ചാ വന്നേക്കുന്നേ. അതായിരുന്നു നിന്റെ ടോപ്പിക്. പക്ഷെ ഇതിൽ ബസ് എന്ന് പറഞ്ഞ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നേരത്തെ മുത്തശ്ശി എന്ന് പറഞ്ഞ പുള്ളിക്കാരി അത് കേൾക്കും. പിന്നെ ഈ സാധനം ഇവിടുന്ന് പോകുന്ന വിഷയമാവും. അപ്പൊ അതിന് ഞങ്ങൾ ഇട്ടൊരു ചെറിയൊരു കൊടുക്കും പണിയാണ് പറയുന്ന ബസ് എന്ന് പറയുന്നത്. മുത്തശ്ശി എന്ന് പറയണതിന് പകരം നീ ബസ് എന്ന് പറഞ്ഞു. അപ്പൊ വേറെ കേസ്, ഇങ്ങനെ ഇരുന്നാ പോലെ നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. മണിച്ചതിന്റെ പരിപാടിയാണോ? അതേപോലെയൊക്കെ തന്നെ നമ്മൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് കളവിക്ക് കോവിഡ് വരണം. അതെന്തെന്നുള്ള വഴി ആണ്. പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. തിരക്കുള്ള ഒരു സ്ഥലത്തേക്ക് അമ്മൂമ്മയെ കൊണ്ടാക്കുന്നു. അപ്പൊ തന്നെ കോവിഡ് വന്നില്ലേ? ഇപ്പൊ അങ്ങനെയല്ലേ, മാസ്ക് ഒന്നും വെക്കണ്ടല്ലോ. എന്റെ രാവിലെ തൃശ്ശൂര് പോയതിന്റെ അനുഭവം അറിയോ? രാവിലെ വെളുപ്പിന് മീൻവണ്ടി വന്ന തള്ളയാ. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമല്ലെന്നവര് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് ആലോചിച്ച് ഈ കോവിഡ് വരുത്താൻ. കിട്ടി. കളവി പുറത്തോട്ട് പോകൂല. കോവിഡ് ഉള്ള ഒരാൾ ഇങ്ങോട്ട് വന്നാലോ? കോവിഡ് ഉള്ള ഒരാൾ ഇങ്ങോട്ട് വന്ന് വലിഞ്ഞേച്ച് എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ നമ്മൾ മാസ്ക് വെച്ചാൽ മതി. കോവിഡ് ഉള്ള ഒരാൾ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഞാൻ കൊണ്ടുവരാം. അതും പറഞ്ഞ കാര്യമുണ്ട്. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് കോവിഡ് വരാൻ സാധ്യതയുണ്ട് സമ്പർക്കത്തിലൂടെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എന്ന് കൊണ്ടുവരാം? നമുക്ക് ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ വെക്കാം. ഫംഗ്ഷൻ ഒരു കാര്യം ചെയ്യാം, മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാ പിന്നെ അവർക്ക് ബർത്ത്ഡേ ഒക്കെ നല്ല ഓർമ്മയുണ്ടാകും. പെറ്റ മക്കളുടെ കണക്ക് ഓർമ്മയില്ല, പിന്നെ അവർക്ക് ബർത്ത്ഡേ ഒന്നും നോക്കാനില്ല. നാളെ മുത്തശ്ശിയുടെ ബർത്ത്ഡേ എന്ന് നമ്മൾ പറയും. അപ്പൊ ഏതെങ്കിലും കീടടിക്കാനെന്ന് പൈസ അല്ലാതെ കോവിഡ് രോഗികൾ കാണാം. ഈ കുടിയന്മാരൊക്കെ 5 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞിട്ട് അങ്ങ് പോകുന്നു. ഞാൻ കൊണ്ടുവരാം കോവിഡ് രോഗിയെ, ഞാൻ കൊണ്ടുവരാം. ബർത്ത്ഡേ നിങ്ങൾ സെറ്റ് ചെയ്തോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ കാര്യം ഞങ്ങൾ കോവിഡ് രോഗിയായിട്ട് രാവിലെ നീങ്ങി വരണം. ഉറപ്പ്. ഓക്കെ. ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തീരെ സമയമില്ല. അവിടെ ഞാൻ മതിലി അടി ഒളിച്ചു പോകുന്ന 5 മിനിറ്റിന്റെ കാര്യം. സിനിമാ നടന്മാർ തിരക്കാണ്. സെറ്റിലേക്ക് ഇപ്പൊ എന്റെ സീസൺ ആണല്ലോ. എന്നെ കണ്ട അവിടെ പ്രശ്നം കണ്ടില്ലേ? പ്രശ്നം സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞോ. അല്ല, നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. മുത്തശ്ശിയുടെ അടുത്ത് പറയണം ഹാപ്പി ബർത്ത്ഡേ ദാക്ഷായണി മുത്തശ്ശി. ആദ്യം നമുക്ക് കേക്ക് മുറിച്ചിട്ടു. മുത്തശ്ശി പറയട്ടെ. ഹാപ്പി ബർത്ത്ഡേ മുത്തശ്ശി എന്ന് പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ മുത്തശ്ശി. അത് പോരാ, ദാക്ഷായണി മുത്തശ്ശി എന്ന് പറയണം. ഹാപ്പി ബർത്ത്ഡേ ദാക്ഷായണി മുത്തശ്ശി. എടി മുത്തശ്ശി വിളിക്കുന്ന സമയം പോകുന്നു. മുത്തശ്ശി കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള് തുന്നി വെച്ചതാരാണ് കുഞ്ഞരിപ്പം തലപ്പാവ് ചന്ദ്രമുള്ളൊരാന നല്ല കൊമ്പനാന. പിന്നെ നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാടെ മക്കളെ. നിങ്ങൾക്ക് ഞാൻ ഇന്നലെ ഉടുക്കാൻ പറ്റി തെറ്റും മുണ്ടും അങ്ങോട്ട് മേടിച്ചു തന്നതാണോ? പിന്നെ എന്നാ കോലത്തിലാ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്?
നിന്നെയൊക്കെ കാട്ടി ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവളാടാ ഞാന് കേട്ടോ. നീയൊക്കെ ഇവിടുന്ന് ബസ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്കിട്ട് തേച്ചോണ്ടിരിക്കുവാണെന്ന്. മനസ്സിലായോ? അപ്പോഴാ എനിക്ക് തിരിച്ചറിഞ്ഞത് ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് ഇപ്പോഴും നല്ല വിലയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ മോനെ ഈ ബസ്സിന് ഞാൻ പോയി ഒരു ബോഡി അങ്ങ് കെട്ടിച്ച്. എങ്ങനെയുണ്ടാ വർഷാപ്പ് മേശിന് ഈ ബോഡി? നല്ലതാ. ട്രാഫിക് സിഗ്നൽ ഒന്നും തെറ്റിക്കാതെ കറക്റ്റായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇനിയും പോകൂടാ ഈ വണ്ടി കുറെ നാൾ അങ്ങോട്ട് കേട്ടോ. പക്ഷെ എനിക്കൊരു വിഷമേ ഉള്ളൂ, ഇനി കുറച്ചു നാളത്തേക്ക് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റത്തില്ലല്ലോടാ. ഞാനങ്ങും പോകുന്നില്ല, ഞാനിത് ഇട്ടേക്കല്ലയോ. നിങ്ങളെല്ലാം കൂടി ഇനി 17 ദിവസം ക്വാറന്റൈൻ പോയല്ലോടാ. Masters